ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന ബീഫ് കറിയാണ്. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി കുക്കറിലേക്ക് 1/2 കിലോ പോത്തിറച്ചിയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വേവിക്കാനായി വയ്ക്കാം. 5 വിസിൽ വരുന്നവരെ വേവിക്കാനായി വയ്ക്കാം. ഇറച്ചിയുടെ വേവനുസരിച്ച് വ്യത്യാസം വരാവുന്നതാണ്. 5 വിസിലിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 കഷ്ണം പട്ടയും 2 ഏലക്കായും ഇട്ട് മൂപ്പിച്ചെടുക്കാം. പെരിഞ്ജീരകം എല്ലാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ തേങ്ങാക്കൊത്തും 2 പച്ചമുളക് 2ആയി പിളർന്നതും 3 സവോള ചെറുതായി അരിഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കാം. സവോളയെല്ലാം വഴന്ന് ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം 3 തക്കാളി ചെറുതായി അരിഞ്ഞതും ചേർത്ത് വഴറ്റിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കാം. തക്കാളിയെല്ലാം വെന്തതിന് ശേഷം അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോത്തിറച്ചി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഗ്രേവി എല്ലാം കുറുകിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ തയ്യാറായിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.